കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്കൊരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ദൈവാത്മാവിൽ പ്രാർത്ഥിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകിയ അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ നടത്തുക, ആഴങ്ങളിലേക്ക് നമ്മുടെ ലൈഫിനെ ഒന്നുകൂടെ ആഴത്തിലേക്ക് ദൈവാത്മാവ് നടത്തുക എന്ന വിഷയം സംബന്ധിച്ച് പല കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുകയും അതിനകത്തേക്ക് ദൈവാത്മാവ് നമ്മെ നടത്തുകയും ചെയ്യുന്ന ദിവസങ്ങളും സെക്ഷനുകളുമായി മാറുകയായിരുന്നല്ലോ. പരിശുദ്ധാത്മാവ് ഒരുപോലെ വ്യക്തിത്വങ്ങളെ ആഴത്തിലേക്ക് നടത്തുന്നത് ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കൂടാരപ്പെരുന്നാൾ തീരുന്ന അന്ന്, കൂടാരപ്പെരുന്നാൾ തീർന്ന് 7 ദിവസത്തെ കൂടാരപ്പെരുന്നാൾ തീർന്ന് 8-ാം ദിവസം ജനം മുഴുവൻ പിരിയുന്ന സമയത്ത് ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എന്നിൽ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവനിൽ നിന്ന് സൗജന്യമായി കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. ആ തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകുന്ന നദി വിശ്വസിക്കുന്ന നമ്മുടെ അകത്ത് ഇപ്പോൾ ഒഴുകും. ആ നദി ഒഴുകുന്നതിന് ആഴങ്ങളുണ്ട്. ആ ആഴമാണ് നമ്മൾ ഇന്നലെ രാവിലെ കണ്ടത്. പ്രധാനമായ 4 ആഴങ്ങൾ നമുക്ക് അവിടെ കാണാം. ഒന്ന്, ദൂതൻ യെഹെസ്കേലുമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ 1000 മുഴം അളന്നപ്പോൾ ആ നദി നരയാണിയോളമായി. രണ്ടാമത് 1000 മുഴം അളന്നപ്പോൾ അത് മുട്ടോളമായി. മൂന്നാമത് 1000 മുഴം അളന്നപ്പോൾ അത് അരയോളമായി. നാലാമത് 1000 മുഴം അളന്നപ്പോൾ അത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ വണ്ണമുള്ള ആഴത്തിലേക്ക് അത് ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ 4 ആഴങ്ങൾ നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ കാണാം. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അകത്ത് ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ ഈ 84 പേരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും ഒരു വചനമാണ് കേൾക്കുന്നത്. പക്ഷെ എല്ലാവരിലും ഇത് ഒരുപോലെയല്ല വ്യാപരിക്കുന്നത്. എല്ലാവരിലും ഇതിൻ്റെ ആഴങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ നരയാണിയോളമായവരുണ്ട്, ചിലർ മുട്ടോളമായവരുണ്ട്, ചിലർ അരയോളമായവരുണ്ട്, ചിലർ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത പ്രവാഹത്തിലേക്കായവരുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഞായറാഴ്ച തൊട്ട് ഞാൻ പറയുന്നുണ്ട്. കരയിൽ നിൽക്കുമ്പോൾ നിയന്ത്രണം നമുക്കാണ്. പക്ഷെ ആഴത്തിലേക്ക് പോയാൽ നിയന്ത്രണം നമുക്കല്ല, പിന്നെ കർത്താവിനാണ്. പിന്നെ നദി തീരുമാനിക്കും എന്താണ്, എവിടെയാണ് എത്തേണ്ടതെന്ന്. ഇങ്ങനെ 4 ആഴങ്ങളാണ് നമുക്ക് ഈ 47-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ആഴത്തിലേക്ക് ഒരു വ്യക്തി പോകുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന്, അവൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങും. ഇന്നലെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ അല്പനേരം ഇരുന്ന് സംസാരിച്ചപ്പം അവരവിടെ പഠിക്കാൻ വേണ്ടി എടുത്തിരുന്ന അധ്യായം 10-ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഭയങ്കര രസകരമാണ് കാര്യം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇപ്പം ഇതിനകത്ത് 84 പേര്, ഈ 84 പേരുടെ പേര് ഞാൻ വിളിക്കണമെങ്കിൽ ഇതിനകത്ത് നോക്കി വേണമെങ്കിൽ എനിക്ക് ഇതിനകത്ത് ലിസ്റ്റ് നോക്കി പേര് പറയാം. ഇതിനകത്ത് നിങ്ങൾ എഴുതിയിരിക്കുന്ന പേര്. പക്ഷേ 84 പേരുടെ പേരും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ ഓരോരുത്തരുടെയും പേര്, ഒരു ഉടമസ്ഥനും ആ എല്ലാ ആടിൻ്റെയും ചെല്ലപ്പേര് അറിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പേരില്ലേ, നമ്മുടെ മൃഗങ്ങൾക്ക് പെറ്റ് നെയിം ഇടില്ലേ? ഇതുപോലെ നമ്മുടെ പേര്, സകല ആടുകളുടെ പേരറിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആളുകളെ ദൈവം അറിയുന്നത്, ആടുകളെ ഇടയൻ അറിയുന്നത് കൂട്ടമായിട്ടല്ല, വ്യക്തിപരമായിട്ട് നമ്മെ നന്നായിട്ട് അറിയാവുന്ന, നമ്മുടെ വളർച്ച അറിയാവുന്ന, നമ്മൾ എത്രത്തോളം ആത്മാവിന് വിധേയപ്പെടുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാവുന്ന നല്ലൊരു കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് രാവിലെ ഇരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങാമോ അത്രത്തോളം നിങ്ങൾ അവകാശങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് അങ്ങനെ അവകാശങ്ങൾ വിഭജിക്കുന്ന ഒരു സമയം വെളിപ്പെടാൻ പോവുകയാണ് കേട്ടോ. യെഹെസ്കേൽ ഈ ദൂത് കാണുന്നത്, യെഹെസ്കേൽ ഈ വെളിപ്പാട് കാണുന്നത്
കേബാർ നദികളുടെ തീരത്തിരുന്നാണ് പ്രവാസികളാകുന്ന നോക്കിയ ഇസ്രായേൽ മക്കൾ ബാബിലോണിയ അടിമത്തത്തിലിരുന്നു കൊണ്ട് ശത്രുവിന്റെ അടിമനുഖത്തിന്റെ കീഴിലിരിക്കുമ്പോഴാണ് യെഹെസ്കേൽ വെളിപ്പാട് കാണുന്നത്. അവൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കെബാർ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് യെഹെസ്കേൽ പ്രാർത്ഥിക്കാൻ കാരണം അവനിനൊരു ഭാവിയില്ല. അവനൊരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണ്. പക്ഷേ അവന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ 25-ാമത്തെ വയസ്സായപ്പോൾ അവൻ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ കയറേണ്ടതായിരുന്നു. പക്ഷേ അവന് കയറാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അവനെ പിടിച്ച പ്രവാസത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി അവന് മറ്റു ജോലിക്ക് പോകാൻ പറ്റുകയില്ല. കാരണം അവനെന്താ, അവനൊരു പുരോഹിതനാണ്. അവൻ 25-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ ആലയത്തിൽ അവൻ സഹപുരോഹിതനായി അല്ലെങ്കിൽ പുരോഹിതന്റെ കീഴിൽ പ്രവർത്തിച്ച് 30-ാമത്തെ വയസ്സിൽ പുരോഹിതനായി സ്ഥാനമേൽക്കേണ്ടവനാണ്. 30-ാമത്തെ വയസ്സ് മുതൽ പുരോഹിതനെ ശുശ്രൂഷിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ മഹത്വം കാണും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ട ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ആര്? ഒരു പുരോഹിതൻ. പക്ഷേ കൃപയാലല്ല, പ്രത്യേക അവസ്ഥയാൽ യെഹെസ്കേലുണ്ടായ പ്രത്യേകത, യെഹെസ്കേലിന് ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവൻ പ്രവാസത്തിലിരിക്കുകയാണ്, അവൻ ബന്ധനത്തിലിരിക്കുകയാണ്, ബന്ധനദേശത്തിരിക്കുകയാണ്. പക്ഷേ അവന്റെ പിടയുന്ന ഹൃദയത്തോടെ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആലയത്തിലിറങ്ങേണ്ട മഹത്വം, ആലയത്തിലിറങ്ങേണ്ട ദൈവത്തിന്റെ തീ വേണ്ടി കേബാർ നദികളുടെ തീരത്തിറങ്ങുകയാണ്. പിതാക്കന്മാർ ഈ തീ കണ്ടത് ആലയത്തിലാണ്. അവന്റെ പിതാക്കന്മാർ ഈ തീ കണ്ടത് ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിറങ്ങുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ മഹത്വം വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞു, നല്ല ദേശമാകാൻ കാരണം ഒന്നവിടെ ആലയമുള്ളത് കൊണ്ടാണ്. ആലയത്തിൽ മഹത്വം ഇറങ്ങും. നല്ല ദേശമാകാൻ കാരണം അവിടെ രാജാസനമുള്ളത് കൊണ്ടാണ്, യഹോവയുടെ സിംഹാസനമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ ഇപ്പോൾ ആ സിംഹാസനവും ആലയവും കൂടെ കേബാർ നദികളുടെ തീരത്തിറങ്ങുകയാണ്. ഇന്ന് രാവിലെ നിങ്ങളുടെ ഭവനത്തിൽ ഇത് ഇറങ്ങുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആലയത്തിനകത്തിറങ്ങുന്ന മഹത്വവും കൊട്ടാരത്തിലിരിക്കുന്ന യഹോവയുടെ ഭരണവും അധികാരവും കൂടെ ചേർന്ന് യെരൂശലേമിൽ ഇസ്രായേലിൽ ഇറങ്ങിയത് കൊണ്ടാണ് അത് നല്ല ദേശമായത്. കൃപയാൽ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ അകത്ത് രണ്ടുകൊണ്ടിപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്നവരാണ്. നിങ്ങളുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തുവുണ്ട്. 2, നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ നിങ്ങൾ അവനോടുകൂടെ വാഴുന്നവരാണ്. ഇതെന്ന് രാവിലെ ഇത് കേൾക്കുമ്പോൾ ഇതിന് ആമേൻ പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. നിങ്ങളാണ് ഇപ്പോൾ നല്ല ദേശം. ഇന്നലെ ഞാൻ പറഞ്ഞു ആ നല്ല ദേശം ക്രിസ്തുവാണ്. മിനിഞ്ഞാമി ഞാൻ പറഞ്ഞു ആ നല്ല ദേശം ക്രിസ്തുവാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ആ നല്ല ദേശം. അങ്ങനെ നല്ല ദേശമാണെങ്കിൽ, കേൾക്കുന്നുണ്ടോ? നല്ല ദേശമാണെങ്കിൽ ഒന്നിനും കുറവില്ലാതെ വണ്ണം നിങ്ങളുടെ ഭവനം ദൈവത്താൽ പണിയപ്പെടാൻ തുടങ്ങും. മക്കളെ, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ കുടുംബം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടി വരില്ല. നിങ്ങളുടെ ഭാവി ദൈവകരങ്ങളിൽ സെക്യൂറാണ്, ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. ആരും നിങ്ങളെ എടുത്തുകളയില്ല, ആരും നിങ്ങളെ അവരിൽ നിന്ന് അടർത്തി മാറ്റില്ല. ഇന്ന് രാവിലെ അങ്ങനെ ഉറപ്പ് വരുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ അത് പറഞ്ഞാണല്ലോ നിർത്തിയത്. നല്ല ദേശം ക്രിസ്തുവാണ് എന്ന് നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടു. ആ നല്ല ദേശം നമ്മിൽ അവന്റെ സാന്നിധ്യവും നമ്മിൽ അവന്റെ മഹത്വമുള്ളതുകൊണ്ട് ആ നല്ല ദേശം നമ്മളാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഒന്നും നമുക്കത് പ്രഖ്യാപിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവേ, ഞങ്ങളെ നല്ല ദേശമാക്കിയവനായ സ്തോത്രം, ഞങ്ങളെ നല്ല ദേശമാക്കിയവനായ സ്തോത്രം, ആ ദേശം ഞങ്ങൾക്ക് കർത്താവ് നൽകിയവനായ സ്തോത്രം. ഒന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടോ, ഒന്നത് പറഞ്ഞ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോ. ഒന്ന് മൈക്കെല്ലാം അൺമ്യൂട്ട് ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷ പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങനെ എന്നെ കർത്താവ് നല്ല ദേശമാക്കിയവന്, ശബനഘടകവന്, നല്ല ദേശമാക്കിയവന്, മഹത്വം എന്റെ മേൽ തുറന്നവന്, തേജസ് എന്റെ മേൽ തുറന്നവന്, എന്നെ പുതിയ നിയമത്തിന്റെ വിശ്വാസിയാക്കി മാറ്റിയവന്, എന്റെ അകത്ത് വെളിപ്പാടുകൾ തുറക്കുന്നവന്, നന്ദി പറഞ്ഞ കർത്താവിന്. ശാബന ജഗാതുരാധന വൈഡപ്രൗഢമന അന്തൽ ഘടകത്തിന് വിധി ഘടകന വൈഷ പ്രൗഢമന ഘടകന എല്ലാം മൈക്കോൺ മുട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളുടെ അകത്ത് ഇതിന്റെ റിസൾട്ടുകൾ തുറക്കും. ശാബന ദുരാധന പ്രൗഢമന ഘടകനം കർത്താവെ കേദാർ നദിയിലെ ഉടമനഗതുര ജഗത്തുരാധരാധന പൗഷമനഗണഗതനം വൈഡ പ്രൗഢമനഗണഗതനം
ജുഡാരബാര ശപ്രൗഢമന ഘടകദന ധീരപ്രൗഢമന ഘടകദനം ശംദലാദിരാധന പ്രൗഢമന ഘടകദന വൈഷപ്രൗഢമന ഘടകദനം ജുഡാരബക്ഷി പ്രൗഢമന ഘടകദന ധീരപ്രൗഢമന ഘടകദനം ശമന്തൽ പ്രൗഢമന പരിശുദ്ധാത്മാവേ അങ്ങനെ ഒരു തുറവി ഞങ്ങളുടെ മേൽ എല്ലാം വെളിപ്പെട്ടു വരുവാൻ ഷാബര ജപാനികത്തി പ്രൗഢമന ഘടകദനം ഇവിടെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകണം. നാലളവുകൾ എന്നിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നാലളവുകൾ. ഒന്ന് നരയാണിയോളമാണ്. 2 അത് മുട്ടോളമാണ്. നിങ്ങൾ ഇഷ്ടപ്രകാരം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ വലിയ ആഴത്തിലേക്കൊന്നും അവിടെ പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് അവിടെ സ്ട്രെസ് ചെയ്ത് പറയണം. ഒന്ന്, നരയാണി എന്ന് പറയുന്നത് ഒരാൾ ദൈവകൃപയിലേക്ക് വരുന്നു, അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണിത്. ഇവിടെ നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു. പക്ഷെ ആത്മീയ ജീവിതത്തിൽ വലിയ ആഴങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്ന അനുഭവം അങ്ങനെ അത്രയും എത്തിയിട്ടില്ല. പക്ഷെ അതിനു വേണ്ടി നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ മുട്ടോളം എന്ന അളവെന്ന് പറയുന്നത്, മുട്ട് കാണിക്കുന്നത് ഒരു സമർപ്പണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ അർത്ഥമാണ് മുട്ട് നമ്മെ കാണിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് അല്പം കൂടെ പ്രയാസമുള്ള കാര്യമാണ്. അതായത് സ്വന്തം ഇഷ്ടത്തെക്കാളും ദൈവ ഇഷ്ടത്തെ. ഇപ്പം നല്ല കൊച്ചു വെളുപ്പാങ്കാലത്ത് അർദ്ധരാത്രിയൊക്കെ ഇരുന്ന് ഉറങ്ങേണ്ട നേരത്ത് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എഴുന്നേറ്റിരുന്ന് ഉറക്കം കളഞ്ഞ് സന്ദർഭങ്ങളെ വേർതിരിച്ചൊക്കെ നമ്മളിത് പ്രാർത്ഥിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ ദൈവഗതത്തിനും മുൻഗണന കൊടുക്കുന്ന സമയമാണ്, മുൻഗണന കൊടുക്കുന്ന ഒരു ഘട്ടമാണിത്. ആത്മീയതയിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ സമർപ്പിതനാകുന്ന ഒരു സമയമാണിത്. കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇവിടെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന് ഒരു ടേണിംഗ് ഉണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനാ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുന്നത്, കർത്താവിലേക്ക് തിരിഞ്ഞത് 97 ഞാൻ ആദ്യമായിട്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ആദ്യം പ്രാർത്ഥിക്കാനെന്ന അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴാണോ പ്രാർത്ഥനാ ലൈഫ് തുടങ്ങിയത് അപ്പോൾ മുതൽ എൻ്റെ ലൈഫ് ടേൺ ആകാൻ തുടങ്ങി, എൻ്റെ ലൈഫ് തിരിയാൻ തുടങ്ങി. പ്രാർത്ഥന ആരംഭിക്കുന്നുണ്ടോ തിരിവുകൾ സംഭവിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാം പറയുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ കർത്താവിന്റെ ശരീരമാകുന്ന സഭയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഒരുമിച്ച്, ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ്. അന്ന് എൻ്റെ ചിന്ത, ഇപ്പൊ കർത്താവ് പൂളാക്കൽ സഭ 1000 വിശ്വാസികളാക്കി മാറ്റും. ഇപ്പൊ കർത്താവ് തൃശ്ശൂരുള്ള സഭയെ, കർത്താവിലെ തൃശ്ശൂർ പട്ടണത്തെ കർത്താവ് ഉണർവായിക്കും. ലക്ഷങ്ങൾ കർത്താവിന്റെ സഭയ്ക്കകത്ത് വരും. കർത്താവിനെ കാണിച്ച കാഴ്ചകൾ അങ്ങനെയാണ്. അതുപോലെ കർത്താവ് കാണിച്ച സമയമല്ല, അതുപോലെ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കാഴ്ച തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറയുന്നതല്ല, അത് കർത്താവ് ചെയ്യുന്നില്ല. അപ്പൊ ഈ മുട്ടോളമുള്ള സമയത്ത് നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയാണ്, ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. പക്ഷേ കർത്താവ് ചെയ്ത കാര്യം, ദൂതൻ ചെയ്ത കാര്യം അവിടം കൊണ്ട് നിർത്തിയില്ല. ദൂതൻ ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി. അവിടെ വന്നപ്പോൾ അത് അരയോളമായി. എന്താ അരയുടെ പ്രത്യേകത? നിങ്ങൾ സ്പിരിച്വൽ വാർഫെയറിന്റെ ഭാഗം എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചാൽ അവിടെ കാണാം, സത്യം അരക്കി കെട്ടുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സത്യം അരക്കി കെട്ടുക. അതിന്റെ അർത്ഥം എന്താണ്? അരക്കി സത്യം കെട്ടുക. പുതിയ നിയമത്തിന്റെ സത്യങ്ങൾ, ന്യൂ ടെസ്റ്റ്മെന്റ് ട്രൂത്തുകൾ ഒരുവൻ അരയിൽ കെട്ടിയാൽ അവിടെ നിന്ന് കർത്താവ്
ഇതിന്റെ ഏറ്റവും മഹത്വകരമായ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥനാ ജീവിതം ഒരു വ്യക്തി ആരംഭിച്ചാൽ ബൈബിൾ പിന്നെ അവന് മതഗ്രന്ഥമല്ല, ബൈബിൾ അവന് രാത്രി കിടക്കുമ്പോൾ വായിക്കുന്ന പുസ്തകമല്ല. ബൈബിൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുള്ള പ്രൊജക്റ്റുകൾ തുറക്കുന്ന വെളിപ്പാടുകളുടെ പുസ്തകമാണ്. അത് വെളിപ്പാടുകൾ, പുതിയ നിയമ വെളിപ്പാടുകൾ ഒരു വ്യക്തിയുടെ തുറക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് അവനെ ഒന്നുകൂടെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അരയോളം എത്തുന്ന ഈ മേഖലയാണ്. അരയോളം എത്തുന്ന ഈ മേഖലയെത്തുമ്പോൾ ഇവിടെ നിങ്ങൾ ഇത് ആഴത്തിലേക്ക് പോകുന്നതിന്റെ സമാപന സമയമാണ്. ഇവിടെ നിങ്ങളുടെ സ്വയശക്തി കുറയും. ഇവിടെ ദൈവകൃപയുടെ സ്വാധീനം നിങ്ങളിൽ ആഴമായി വെളിപ്പെടാൻ തുടങ്ങും. ജഡീക ആഗ്രഹങ്ങൾ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങും. ആത്മാവിൽ നിങ്ങൾ ആഴത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ഇതാണ് മൂന്നാമത്തെ അവസ്ഥ. പുതിയ നിയമ വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്ത് തുറക്കും തോറും നിങ്ങൾ ആത്മതലങ്ങൾ ആഴത്തിൽ കാണാൻ തുടങ്ങും. ദർശനങ്ങൾ കാണും, വെളിപ്പാടുകൾ കാണും, സ്വപ്നങ്ങൾ കാണും, മൈൻഡ് വിഷൻ കാണും. നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്ന സംസാരിക്കാൻ തുടങ്ങും. സ്പിരിച്വൽ തലത്തിനകത്തുള്ള 7 തലങ്ങൾ, ഗ്ലോറിയുടെ 7 റിലങ്ങൾ ദൈവാത്മാവ് തുറക്കാൻ തുടങ്ങും. ഇത് സംഭവിക്കുന്നത് സത്യം അരക്കി കെട്ടാൻ തുടങ്ങുമ്പോഴാണ്. നാലാമത്തെ അളവോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമത്തെ അളവിന്റെ പ്രത്യേകത, ഇനി ഇവിടുന്ന് നിയന്ത്രണം നമുക്കല്ല, നിയന്ത്രണം നദിക്കാണ്. ദൈവത്തിന്റെ ആത്മാവിന് സ്വയം വിട്ടുകൊടുക്കേണ്ടി വരുന്നു. ഇവിടെ നമ്മുടെ ചിന്ത, നമ്മുടെ വികാരം, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ലക്ഷ്യം മുഴുവൻ ദൈവാത്മാവിനാൽ അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ദൈവാത്മ നമ്മെ വളർത്തുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഞായറാഴ്ച നമ്മൾ പറഞ്ഞതിന്റെ ആഴമാണ് എന്നോട് പറയുന്നത്. മുഴുവൻ വ്യക്തിത്വം യേശുവല്ലാതെ, ക്രിസ്തുവല്ലാതെ നമ്മിൽ മറ്റൊന്നില്ല. അങ്ങനെ നരയാണിയിൽ നിന്ന് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആഴത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇത് നമ്മുടെ അകത്ത് നടക്കുമെന്നാണ് കർത്താവ് യോഹന്നാൻ 7:39 പറഞ്ഞത്. അങ്ങനെ ഒരു വളർച്ച നമുക്ക് വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചത് നരയാണിയിൽ നിൽക്കാനല്ല, നമുക്ക് ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി പ്രാർത്ഥിക്കണം. നമുക്കൊന്നുകൂടെ സത്യത്തിലേക്ക് ഇറങ്ങി വരണം. നമുക്കൊന്നുകൂടെ നമ്മുടെ മുഴുവൻ നിയന്ത്രണം, നമ്മുടെ ചിന്തകൾ സമ്പൂർണ്ണമായി. എനിക്ക് ആഗ്രഹമുണ്ട്, ഈ വെള്ളിശ്ശേരി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഇതിനു മുമ്പ് കണ്ടമാനം മണിക്കൂറുകൾ, ഇന്നും നാളെയുമായിട്ട് ആഴമായ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇന്നലേക്കായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മുഴുവൻ മേഖലകളും മൊബൈലുകൾ പരമാവധി ഓഫ് ചെയ്ത് വെച്ച് മറ്റാരുമായിട്ട് ബന്ധമില്ലാതെ മുറിക്കകത്തിരുന്ന ദൈവമായിട്ട് മാത്രം ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രയർ ലൈഫ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവാത്മാവ് തുറക്കട്ടെ. ഇത് തുറക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ അസാധാരണമായ അവകാശങ്ങൾ ദൈവം തുറക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവിടെയാണ് മഹത്വത്തിന്റെ സകലവിധമാകുന്ന പകർച്ചകളും ദൈവാത്മ തുറക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ എനിക്കൊരു വളർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മൈക്കിളെല്ലാം മൺമുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വളർച്ച നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ വളർത്തും, പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ മടത്തും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മൈക്കിൾ മൺമുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഷാബൽ കടകമന പരകർത്താവ്, കർത്താവ് എനിക്ക് ആഴത്തിലേക്ക് ഇറങ്ങണം. കർത്താവിനെ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കും. ഷാബര ശിവാനകത്തിരി പ്രൗഷവന ഘടകനം ശാബരാധിരാധനാധന പ്രൗഢമനഘടകധന ധിരപ്രൗഷമനഘടകധനം ജീവരാധിരാധന പ്രൗഢമനഘടകധന ഹത്തുരാധനാധന പ്രൗഢമനഘടകധന ജിവൽ കനകതുരി വിരിഘടകധനാധന പ്രൗഷമനഘടകധന ജാതൽ കനാതിര പ്രൗഢമന ഹത്തുരാധന പ്രൗഷമന ഘടകദിനി വേദ പ്രൗഢമന ഹന്തൽ ഘടകധന വേദ പ്രൗഷമന ഘടകതുരി വിനിഘടകധന അന്തരാഭിരാമന പ്രൗഢമന ഘടകധന വേദ പ്രൗഷമന അന്തരാഭിരാമന പ്രൗഢമന ഘടകധന. പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. ശാബരാജിനാഥന പ്രൗഢമന ഘടകധനം വേദ പ്രൗഢമന ഹത്തുരാധനാഥന പ്രൗഷമന ഘടകധനം
അങ്ങനെ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഷാബ ജപന ജഗത്തിരി വേദ പ്രൗഢമന ഘടകതന ശാബര ധിരാധരാധര പൗഷപന ഘടകതനം ഷാദര ധിരാധന പ്രൗഷമന ഘടകതിരി വിരിഘടകതനം ശുഭപ്രൗഷമന ഹത്തുരാധനാദന പ്രൗഢമന ഘടകതന ജാതകത്തിരി പ്രൗഢമന ഘടകതിരി വിനിഘടകതനം ജുബന്തൽ പ്രൗഢമന ഘടകതിരി വിനിഘടകതനം വാദപ്രൗഷമന ഘടകതനം ഞാൻ ഇനി ഈ ആഴത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹം പറയാൻ പോവുകയാണ്. ഈ അനുഗ്രഹം പറയുമ്പോൾ പറയുന്നതിനാൽ ഈ അനുഗ്രഹം ഉണ്ടാകില്ല, ആഴത്തിലേക്ക് പോകുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇവിടുത്തെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത് പറഞ്ഞാൽ ഉണ്ടാകും, പക്ഷെ എല്ലാം ഉണ്ടാകില്ല കേട്ടോ. ആഴത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്നതുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ. ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇനി പറയുന്ന 4 അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. അത് പോയാൽ ഉറപ്പായിട്ടുണ്ടാകും. നമ്മൾ ഇന്ന് രാവിലെ ഈ 4 അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ 4 അല്ല 5 കാര്യം പറയാനുണ്ട്. നമുക്ക് പറ്റാവുന്നിടത്തോളം പറയാം. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. ഒന്ന്, അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ച് 47-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. 8-ാമത്തെ വാക്യം 8-9 വാക്യം. അപ്പോൾ അവൻ എന്നോട് അരുൾ ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. നമ്മുടെ മീറ്റിങ്ങിൽ ഒരു പ്രത്യേകത ഉണ്ടായി. ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ 2 ഡിവൈസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മീറ്റിങ്ങിനകത്ത് ഇനി ജോയിൻ്റ് ആകാൻ പറ്റില്ല ആൾക്കാർക്ക്. 99 കാരണം നമ്മുടെ ഇതിൻ്റെ കപ്പാസിറ്റി 99 ഉള്ളൂ. നമുക്കിനി സ്റ്റേഷനോട് പറഞ്ഞിട്ട് വേണം ഇത്. ആദ്യം നമ്മളിത് എണ്ണം കൂടുതലായിരുന്നു, പിന്നത്തേത് നമ്മളിത് 100-ൽ നിർത്തുകയായിരുന്നു. നമ്മുടെ 10 പേര് കൂടി തുടങ്ങിയ പ്രാർത്ഥനയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും മതിയെന്ന് ചിന്തിച്ച് നമ്മളങ്ങനെ നിർത്തിയിരുന്നു. 100 മതിയെന്ന് ചിന്തിച്ച് നിർത്തിയിരുന്നു. നമുക്ക് നിരന്തരമായിട്ട് ആൾക്കാർ തുടർന്നിങ്ങനെ കയറുന്നുണ്ടെങ്കിൽ നമുക്കിത് 100-ന് മുകളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഏതായാലും കർത്താവ് നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് കയറ്റിയതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല രാവിലെ. കാരണം രാവിലെ ഞാൻ അർദ്ധരാത്രിയായിട്ടാണ് ഉറങ്ങാറ്.
ഇപ്പോൾ എനിക്കിവിടെ മെസ്സേജ് വന്നു, ഇനി ആർക്കും അത് ജോയിൻ്റ് ആകാൻ പറ്റില്ല എന്ന്. ഞാനിതിനകത്ത് 2 എണ്ണത്തിനകത്തുണ്ടായിരുന്നു. ഞാനത് ഒന്ന് ലീവാകാം. കർത്താവ് നമ്മുടെ അകത്ത് നമ്മളെ അങ്ങനെ ആത്മാവിൽ പണിയുകയും പഠിപ്പിക്കുകയും അനുഗ്രഹമാകുകയും ചെയ്തതിനായി സ്തോത്രം. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ ഇതിനകത്ത് 1000 പേര് രാവിലെ പ്രാർത്ഥിക്കാൻ വരൂട്ടെന്ന് പറഞ്ഞു. ആളൊരു സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞു. ആളൊരു സ്വപ്നം കണ്ടതാണ്, ദൈവാത്മാവ് കാണിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ വളർത്തട്ടെ, വചനം ആളുകളുടെ അകത്ത് ദൈവാത്മാവ് കയറ്റട്ടെ, വളർത്തട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു കുഴപ്പമുണ്ട്, ലേറ്റായിട്ട് വരുന്നവർക്ക് ചിലപ്പോൾ കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാകും. ഇനി ലേറ്റാകുമ്പോൾ ചിലപ്പോൾ ഇനി ഞാൻ പണ്ട് പറയാൻ ഉണർവുണ്ടാകുമ്പം ഈ ലേറ്റായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കേണ്ടി വരുമെന്ന്, അതുപോലെ ഉണ്ടാകും ചിലപ്പം കേട്ടോ. ഓക്കെ, സാരമില്ല. നമുക്ക് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഒരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 4 ബ്ലെസ്സിങ് ആണ് നമ്മൾ പറയുന്നത് ഇവിടെ. 4 ബ്ലെസ്സിങ് പറയുകയാണ്. ഒന്ന് നമ്മൾ വായിച്ചു മോളെ, ആ വാക്യം വായിച്ചു, 8ാമത്തെ വാക്യം വായിച്ചു. 8ാമത്തെ വാക്യം. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരുന്നു. അതിലെ വെള്ളം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, അതിലെ വെള്ളം പഥ്യമായി തീരും. അതിലെ വെള്ളം പഥ്യമായി തീരും. നോക്കിയേ, ഇവിടെ ഞാൻ ഇന്നലെ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കൊക്കെ വായിച്ചു, ഹീലിംഗ് ആയി മാറും. അത് വെള്ളം ഹീലായി മാറും. വെള്ളം ഹീലായി മാറും. അടുത്തോട് വാക്കുകളുണ്ട്. 9ാമത്തെ വാക്കോട് വായിച്ച്. 9ാമത്തെ വാക്യം കൊണ്ട് വായിച്ച്. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. സകല പ്രാണികളും ജീവിക്കും. സകല പ്രാണികളും ജീവിക്കും. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് നിങ്ങൾ അതിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കണം ഇന്ന് ഇത്രയും കൂടുതൽ ആളുകൾ വന്നത്. അത് ഷെയർ ചെയ്തവർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വീണ്ടും നമ്മൾ വരികയാണ്. ഇവിടെ ലോത്തിൻ്റെ കാലത്ത് ശ്രദ്ധിക്കണം കേട്ടോ, ഇനി പറയുന്ന കാര്യം കേൾക്കണം കേട്ടോ. ലോത്തിൻ്റെ കാലത്ത് ജഡത്തെ സ്നേഹിച്ച്, നോക്കിയേ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിൽ നിന്ന് 4 പട്ടണങ്ങൾ, സോദോം, ഗോമോറ, ആത്മാ, സബയും എന്ന 4 പട്ടണങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി, തീയും ഗന്ധകവും ഇറങ്ങി, ദൈവശാപത്താൽ ഈ 4 പട്ടണങ്ങൾ അങ്ങ് കത്തിച്ചാമ്പലായിപ്പോയി. അതാണ് പിന്നത്തേതിൽ ഡെഡ് സീ അഥവാ ചാവുകടലായി മാറിയത്. ലവണാംശം കൂടുതലായതുകൊണ്ട് ഈ ചാവുകടലിൽ മറ്റൊന്നും ജീവിക്കുകയില്ല, ഒരു ജീവനുള്ളതും ജീവിക്കുകയില്ല. അവിടെ പോയി കിടന്നാൽ, ആ വെള്ളത്തിൽ കിടന്നാൽ നിങ്ങൾ താഴുകയില്ല, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഈ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ നദി ചെന്നാൽ എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ കാലത്ത് നടന്ന കാര്യം പറഞ്ഞേ. ഏകദേശം 4000 ചില വർഷം മുമ്പ് നടന്ന സംഭവം. കാലക്കണക്കൊന്നും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ വിട്ട് അകന്നുപോയതിൻ്റെ ശാപമായി ഒരു ചലനം പോലും ഇല്ലാത്ത ചാവുകടലിനകത്തേക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. ഒഴുകി വരുന്ന വെള്ളം മൊത്തം തിരിച്ച് അടിച്ചു കയറി പോവുകയാണ്. അത് ആവിയായി പോവുകയാണ്. അതിനകത്തേക്കാണ് ഈ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചെന്ന് ചേരുന്നത്. എന്താ ഉണ്ടായത്? ആ വെള്ളം പഥ്യമായി തീർന്നു. അവിടെ ജീവൻ ഉണ്ടാകാൻ തുടങ്ങി. തൊട്ട് താഴെ വായിക്കുന്നുണ്ട്, വലിയ മീൻപിടുത്തമോടെ ഉണ്ടായി. നോക്കിയേ, ആ മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വലിയ മീനുകൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങി. കേൾക്കുന്നുണ്ട് നിങ്ങൾ? എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ചലനമില്ലാത്ത, വർഷങ്ങൾ ചലനമില്ലാത്ത, നൂറ്റാണ്ടുകളായി ചലനമില്ലാത്ത, നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത ഏത് കുടുംബത്തിലും ഈ ജീവജല നദി ഒഴുകാൻ തുടങ്ങിയാൽ ചലനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. മരിച്ചത് ഉയർക്കാൻ തുടങ്ങും. മരിച്ചവന് ഇത് തൊടാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഇനി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വേണം പോകാം. ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവന്റെ ഭവനത്തിനകത്ത് മരിച്ചത് മൊത്തം ജീവിക്കാൻ തുടങ്ങും. ഒന്നത് പ്രഖ്യാപിക്കുന്നവർ കമന്റിനകത്ത് അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റുക ചെയ്തു കേട്ടോ. ആഴത്തിലേക്ക് ഇറങ്ങുന്നവന്റെ ഭവനത്തിനകത്ത് മരിച്ചത്. റേച്ചൽ സിസ്റ്റർ കണ്ടു. റേച്ചൽ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോള് വലിയ പ്രതിസന്ധിയിലായിരുന്നു സിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു, പാസ്റ്റർ 5 പേര് സ്നാനപ്പെട്ടു, വലിയ പ്രശ്നത്തിൽ 5 പേര് സ്നാനപ്പെട്ടു, എൻ്റെ മോളും സ്നാനപ്പെട്ടു. എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ദൈവത്തിന്റെ കരം വെളിപ്പെടും കേട്ടോ. ദൈവിക ജീവൻ തുറക്കും കേട്ടോ. ഒന്നങ്ങനെ പ്രഖ്യാപിച്ച് എന്നിട്ട് അമ്മായി കൺമുട്ടി 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചോ. ഷാസ്കന അത് തുറക്കും. ഇന്ന് രാവിലെ ഏത് കുടുംബത്തിലും ആ ജീവൻ തുറക്കും. ഏത് കുടുംബത്തിലും ഏത് വ്യക്തിയും അത് തൊടും. അത് ഭർത്താവിനെയും തൊടും, ഭാര്യയെയും
തൊടും, മക്കളെയും തൊടും, മാതാപിതാക്കളെയും തൊടും, ഏത് കുടുംബത്തെയും അത് തൊടും. അത് അങ്ങനെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഷാബന ജബൽ കനക ദുരിബിനി ഘടകമന. ഇനി പ്രഖ്യാപിക്കേണ്ട സമയങ്ങളാണ് കേട്ടോ. ആഴത്തിലേക്ക് നടക്കുന്നൊരു സമയമുണ്ട്, പ്രഖ്യാപിച്ച് അവകാശങ്ങൾ അനുഭവിക്കുന്ന സമയമുണ്ട്. സകല മരിച്ച സിറ്റുവേഷനുകളും ജീവനായി മാറാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ അകത്ത് ഈ തലത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് എന്താണോ പ്രകാശമായി നൽകുന്നത്, എന്താണോ നിങ്ങളുടെ ആത്മാവിൽ ദൈവാത്മ നൽകുന്നത്, അത് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. ഷാദൽ കടകതിന അതൽ കടകതിന തോമസ് ബാബു ചാറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവമേ, ആഴത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ, ഡീപ്പർ റിലത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഷാബനാദിന, അതെ, ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോകുന്നു, ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോകുന്നു. ഷാബന തിരാപനാദന പ്രൗഢമന ഘടകതന ശസ്കനാദിനാദന പ്രൗഢമന ഘടകതന. ആഴത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകുന്നു. ജുഡാപരാധനാദന. എല്ലാം മരിച്ച ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അത് മുഴുവൻ ജീവനാകട്ടെ, അത് മുഴുവൻ ജീവനാകട്ടെ. ഷാബന, അത് പറയണം, അങ്ങനെ പ്രഖ്യാപിച്ചു. തലമുറകളിലേക്ക് നോക്കി പ്രാകുകയല്ല, തലമുറകളിലേക്ക് നോക്കി കരയുകയല്ല, കുടുംബത്തിലേക്ക് നോക്കി കരയുകയല്ല, ഭാവിയിലേക്ക് നോക്കി കരയുകയല്ല. നിന്റെ ഭാവി സെക്യൂറാണ്. ഷാബന ജബൽ കടകതന അന്തൽ കടകമന. സമൃദ്ധിയുടെ മഴ, സമൃദ്ധിയുടെ നിറവ്, സമൃദ്ധിയുടെ ഓവർഫ്ലോ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്മേൽ ഇപ്പോൾ തുറക്കും. ഈ ജീവൻ അങ്ങനത്തെ ഒരു ജീവനാണ്. ഷാബന അതരകടികതന വൈഷ പ്രൗഢമന ഘടകതനം. നിങ്ങളതിന്റെ 8-9 വാക്യം, 8-ാം വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. എനിക്കത് അതിൻ്റെ അനുഗ്രഹം കൂടെ പറയാനാണ് ഞാൻ ഓടുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നല്ലൊരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിർത്താനും താല്പര്യമില്ല. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞു പോക്കോട്ടെ. അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ച് നിങ്ങൾ അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ച് 8-ാം വാക്യമാണ് വായിക്കുന്നത്. വെള്ളം പത്യമായി തീരും. 9-ാം വാക്യം ഈ സകല പ്രാണിയും ജീവിക്കാൻ തുടങ്ങും. അടുത്ത വാക്യം വായിച്ചേ. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും അധികം, ഏറ്റവും വളരെ. അപ്പം ഈ വെള്ളം വന്നാൽ മത്സ്യം പെരുകുമല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞു, മത്സ്യം അത് സമൃദ്ധിയെ കാണിക്കുന്നതാണ്. മത്സ്യം അത് ആത്മാക്കളെ കാണിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇവിടെ നിങ്ങൾ വായിച്ചേ. അപ്പൊ സത്യത്തിൽ ഈ ജീവൻ നമ്മളിൽ തുറക്കാൻ തുടങ്ങിയാൽ വളരെ മത്സ്യം ഉണ്ടാകുമോ? അടുത്ത വാക്കുകൂടെ വായിച്ച്. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കുമോ? ആ പദങ്ങൾ ഇത് നിങ്ങൾ ഇന്ന് രാവിലെ പറയാൻ പറ്റുമെങ്കിൽ പറയണം കേട്ടോ. ആഴത്തിലേക്ക് നടക്കുന്ന ഒരുവന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 1, അവൻ സകലത്തിനെയും ജീവിപ്പിക്കും. 2, അവിടെ ഭയങ്കരമായ ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഇനി നിങ്ങൾ 10-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് അതിന്റെ കരയിൽ എൻഗതി മുതൽ എൻ എഗ്ലയും വരെ മീൻ പിടുത്തക്കാർ നിന്ന് വലവീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. കണ്ടോ, ഈ നദി അസംഖ്യമായ നദികൾ പോലെ വിഭിന്ന, ഇതുവരെ ഒന്നുമില്ലാത്തതായിരുന്നു. നിങ്ങൾക്ക് അവന്റെ ആ വ്യത്യാസം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഒരു ചലനമില്ലാത്ത ഈ നദി ഇപ്പോൾ അസംഖ്യമായി മാറുന്നു. അങ്ങനത്തെ ഒരു നിറവ് നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സമൃദ്ധി വെളിപ്പെടും നിങ്ങൾ വിശ്വസിക്കുന്നു? ഇന്നലെ ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം യൗവനക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കരിയറാണ്. അവരുടെ പഠനം എന്താകും, ഭാവി എന്താകും, അവരുടെ വിവാഹം എന്താകും, അവരുടെ ജോലി എന്താകും, അവർ സെറ്റിലാകുന്ന എവിടെയാണ്? നിങ്ങൾ കർത്താവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ, ആത്മാവിന്റെ ആഴത്തിലേക്ക് നടന്നാൽ, നിങ്ങൾ അവന്റെ പുറകെ ഇറങ്ങി വരാൻ തുടങ്ങിയാൽ വിശ്വസിക്കാൻ കഴിയാത്ത നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും.
വിശ്വസിക്കാൻ കഴിയാത്ത സമൃദ്ധി ഉണ്ടാകും. ഡിവൈൻ പ്രോസ്പിരിറ്റിയുടെ ആഴങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. അതൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റും നോക്കി, നിങ്ങൾ അതൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റും നോക്കി. ആത്മാവിൽ ഇറങ്ങുന്നവന്റെ അത് കുടുംബത്തിനകത്ത് ഇത് മൊത്തം തുറന്നു വരും. അവന്റെ ഭവനത്തിനകത്ത് വളരെ അനുഗ്രഹം തുറന്നു വരും. വളരെ മത്സ്യം ഉണ്ടാകും. സകലതും ജീവിക്കും. അങ്ങനെ നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ഒക്കെ പുറകിലേക്ക് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടോ. നമ്മുടെ പ്രമീള ചേച്ചിയുടെ മോന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നലെ കൃപയാൽ പ്രമീള ചേച്ചിയുടെ മോൻ വൈകിട്ട് നടന്ന പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരുന്നു. നമ്മുടെ ലിൻഡോ പാസ്റ്റർ അവനെ വിളിച്ചു, വേറൊരു രീതിയിലാണ് വിളിച്ചത്. എന്തായാലും ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കുറച്ചേറെ സമയം സ്പെൻഡ് ചെയ്യാനും കർത്താവ് സാവകാശം നൽകി. കർത്താവ് സകലവിനെ തൊടുന്നേ, കർത്താവ് ഒരെണ്ണത്തെ പോലും വിടുകയില്ല. അങ്ങനെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇപ്പൊ പ്രാർത്ഥന മാറി പ്രഖ്യാപിച്ചുകൊണ്ട്, ഞാൻ ക്രിസ്തുവിൽ വളരുന്നതിനാൽ, എന്നിൽ ആ ജീവൻ തുറക്കുന്നതിനാൽ ഇപ്പോൾ എന്റെ തലമുറയുടെ മേലെ അത് വെളിപ്പെട്ട് വരും. അങ്ങനെ ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞോ കേട്ടോ. അങ്ങനെ പറയാമെങ്കിൽ പറഞ്ഞോ. ഷാബൽ ഘടകതന അന്തൽ ഘടകതന അത് തുറക്കും. ഇങ്ങനൊരു ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങളുടെ ഭവനത്തിൽ തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ തുറക്കുന്നത് ജീവനാണെങ്കിൽ സമുദ്രത്തിലെ മത്സ്യം പോലെ ഒരു പെരുപ്പ് നിങ്ങളുടെ ഭവനത്തിനകത്ത് സംഭവിക്കും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ച് ഷാബൽ ഘടകതന അതൊന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഒന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഷാബൽ ഘടകമന. ഞാൻ ഈ 3-4 ദിവസമായി പ്രഖ്യാപനത്തിന് സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അകത്ത് വിശ്വാസം വരുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ റിസൾട്ടുകൾ തുറക്കും. ഷാബന ജബൽ ഖനാദിന അതര ഘടകതന ഷംബൽ ഘടകതന അദ്ദൽ ഘടകതന വേദ പ്രൗഷമന അന്തരാ ദിന പ്രൗഷമന അത്തൽ ഘടകതന വേദ പ്രൗഷമന അന്തൽ ഘടകതന വേദ പ്രൗഢമന. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ശബൽ ഘടകമൻ. ഇപ്പോൾ അത് തുറന്നു വരും. ശബന ഘടകതനം നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രകാശനമായി നൽകുന്നത് നിങ്ങളുടെ ചാറ്റ് റൂമിൽ, നിങ്ങളുടെ ചാറ്റിനകത്ത് നിങ്ങൾ പ്രഖ്യാപിക്കുക. അത് സംഭവിക്കട്ടെ. അത് സകല കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ അത് തുറന്നു വരും. ഓ റബൽ ഘടകമന. ഓ ജീവൻ തുറക്കുന്ന വെള്ളം ഒഴുകും. എല്ലാ മരിച്ച സാഹചര്യങ്ങളും ഇപ്പോൾ റിസറക്ഷന്റെ റിലത്താൽ തുറന്നു വരും. ഓ റബാന ഘടകതന ശമ്പൽ ഘടകമന ഹദുരബന ഘടകമന. ജീവന്റെ വെള്ളം ഒഴുകും. ഉറബൽ ഘടകമന. മുഴുവൻ നമ്മുടെ സകല തലമുറകളും ദൈവത്താൽ ബ്ലെസ്സഡായി മാറും. ഷാബ റബന്തല ജബത്തിരിബിനി ഘടകതന ഹഷസ്കനാദിന. wherever the river goes, എവിടെയെല്ലാം ഈ നദി പോകുന്നു അവിടെ മുഴുവൻ മരിച്ച സാഹചര്യം മാറും. അവിടെ മത്സ്യത്തിന്റെ ഒരു പെരുപ്പമുണ്ടാകും. പെരുപ്പങ്ങൾ ഉണ്ടാകട്ടെ. ശാബര ദുരാദരാദര പൗഷമന ഘടകതന ദുരപ്രൗഢമന ഘടകതന ജാതൽ ഘടകദുരമന ഘടകതനം ശംഭപ്രൗഢമന ഘടകതനം. ഭയങ്കര ഒഴുക്ക് സംഭവിക്കട്ടെ. ശമ്പൽ ഘടകം എല്ലാ കുടുംബത്തിലെ എല്ലാ കുടുംബ ബന്ധങ്ങളുടെ മേലും, എല്ലാ കുടുംബത്തിലെ വ്യക്തികളുടെ മേലും ശബൽ ഘടകമന. ഓ റബൽ ഘടകതന. എല്ലാവരും ജീവിക്കട്ടെ. ഷാബൽ ഘടകതന വൈഷ പ്രൗഢമന ഘടകതനം. ഓ എല്ലാ കുഞ്ഞുങ്ങൾ കുടുംബത്തിനകത്ത് സകലരും ഷാബൽ ഘടകൻ അത്ഭുതങ്ങളും അടയാളങ്ങളുമായി മാറട്ടെ. ജീവനുള്ള ഓ ഷാദൽ ഘടകതന. സാഹചര്യങ്ങൾ മുഴുവൻ ജീവനുള്ളമായി മാറട്ടെ. ഷാബൽ ഘടകതന. സാഹചര്യങ്ങൾ മുഴുവൻ ജീവനായി മാറട്ടെ. നദിക്കകത്ത് ഒഴുകുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഷാബന ദുരാദന പൗഷമന ഹതുരുവിരി ഘടകതന വൈഷ പ്രൗഢമന ഘടകതനം. ഞാൻ ഇതിനകത്ത്
ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. നമുക്ക് മറ്റേ ബ്ലെസ്സിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതിനകത്ത് വന്നാൽ ഇതുവരെ തൊഴിലില്ലാത്തവർക്ക് തൊഴിലുണ്ടാകും കേട്ടോ. ഈ നദി ഒഴുകാൻ തുടങ്ങിയാൽ ഒരു കൂട്ടം ആളുകൾക്ക് ജോലി കിട്ടും കേട്ടോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ഞാനീ വെറുതെ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ദൂത് പറയുകയല്ല, കൃത്യമായ വചനമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നിന്ന് അതിന്റെ കരയിൽ 10-ാം വാക്യം വായിച്ച് അതിന്റെ കരയിൽ എൻഗതി മുതൽ എഗ്ലീം വരെ മീൻപിടുത്തക്കാർ നിന്ന് വല വീശും. കണ്ടോ, ഇതുവരെ ഈ നദിയുടെ തീരത്ത് ഒരാൾ നിന്ന് മീൻ വീശാറില്ല, വല വീശാറില്ല. കാരണം ഇതിനകത്ത് മത്സ്യമില്ല, ഇതിനകത്ത് മത്സ്യം ഒഴുകുന്ന നദിയല്ല. പക്ഷേ ജീവന്റെ നദി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് പെരുത്ത മത്സ്യങ്ങൾ വരാൻ തുടങ്ങി. ഭയങ്കരമായ ഉപജീവന മാർഗം ദൈവാത്മ തുറക്കാൻ തുടങ്ങി. ശരിക്കും ഇനി ഞാൻ ഇതിന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ശരിക്കും ദൈവാത്മാവ് ഒരു ഉണർവയച്ചാൽ, ഞാൻ വിശ്വസിക്കുന്ന ഉണർവയച്ചാൽ, നിങ്ങളെല്ലാവരും ജോലി കളഞ്ഞു വന്നാലും ഇവിടുത്തെ ഡ്യൂട്ടി കഴിയല. നിങ്ങൾ ഇന്ന് കാണുന്ന ഉണർവല്ല ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ഉണർവിലുണ്ടാകാൻ പോകുന്നു. ഉണർവെന്ന് പറഞ്ഞാൽ കുറച്ച് മീറ്റിംഗ് നടക്കുന്നതോ, കുറച്ച് പാട്ട് പാടുന്നതോ, കുറച്ച് ആരാധിക്കുന്നതോ, 4 ദൂത് പറയുന്നതോ, കുറച്ച് മണിക്കൂർ നമ്മൾ വീണ് കിടക്കുന്നതല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തുവിലേക്ക് വരും. ഇതിന് എന്തൊക്കെ അറേഞ്ച്മെന്റുകൾ വേണം, എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം. ദൈവാത്മാവിന്റെ ഒരു രാജ്യമല്ല, രാജ്യങ്ങൾ യേശുവിലേക്ക് തിരിയും. രാജ്യത്തിന്റെ ഗവൺമെന്റ് മൊത്തം ആ സംഭവങ്ങളിലേക്ക് തിരിയും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അന്ന് ഇതിനകത്തിരിക്കുന്ന നല്ലൊരു കൂട്ടം ആൾക്കാർ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി വരും കേട്ടോ. നിങ്ങളെ കർത്താവ്, ഞാൻ ഉറപ്പോടെ പറയുന്നു, പൂർണ്ണ സമയ ശുശ്രൂഷകരായി ഒരു കൂട്ടത്തെ കർത്താവ് ഇതിനകത്ത് പുറത്തു കൊണ്ടുവരും. ഓറബൽക്കടകവന ഇതിനകത്തിരിക്കുന്നുണ്ട് അപ്പോസ്തലന്മാർ. അതിനാണ് നമ്മൾ ക്രമീകൃതമായിട്ട്, നിങ്ങൾ നോക്കുന്നുണ്ടെന്നറിയില്ല, ഒരു സെക്കൻഡ് കിട്ടിയാൽ അപ്പ വചന പഠനം, ഒരു സെക്കൻഡ് കിട്ടിയാൽ അപ്പ പ്രാർത്ഥന, ഒരു സെക്കൻഡ് കിട്ടിയാൽ അപ്പോൾ റെസ്റ്റോറേഷൻ മീറ്റിംഗ്, അപ്പോൾ റിസറക്ഷൻ റിലം, അപ്പോൾ സ്വാതന്ത്ര്യം. എന്തിനാണെന്നറിയാമോ? ഒരു ആർമിയെ പണിമെടുക്കുക. ഷംബൽ കടകമന. ഒരു സമയം കിട്ടിയ അപ്പ കുഞ്ഞുങ്ങളുടെ കൂടെ പോയിരിക്കുന്നു. ഒരു സമയം കിട്ടിയാൽ അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പോകുന്നു, അവരുടെ കൂടെ പല കാര്യങ്ങൾക്ക് പോകുന്നു, അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെയെങ്കിലും ഈ ഉണർവ് വെളിപ്പെടുന്ന സമയത്ത് അതിനെ രാജ്യങ്ങളിലേക്ക് തുറക്കാൻ ഒരു കൂട്ടത്തെ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് തുറക്കാൻ പോവുകയാണെന്ന്. നിങ്ങളുടെ മുഴുവൻ ഭാവി സെക്യൂറാണ്. ഞാൻ ഉറപ്പോടെ പറയാം, ലോകത്തിൽ ഏറ്റവും നല്ല ജോലി, ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടുള്ള ജോലി, ഏറ്റവും അനുഗ്രഹം തുറക്കുന്നവ സുവിശേഷ വേലയാണ്, കർത്താവിന്റെ വേലയാണ്. അത് വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന വേലയാണെന്ന് നമ്മുടെ യൗവനക്കാർ പറയാൻ പോവാണ് കേട്ടോ. അവർക്ക് ഞാൻ ഉറപ്പോടെ പറയും, കർത്താവ് ഉണർവയച്ചാൽ ഓരോ യൗവനക്കാരും അവന്റെ ഏത് കരിയറിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ശമ്പളം അവന് ചർച്ച കൊടുക്കണം. അങ്ങനെ ചർച്ചുകളെ കർത്താവ് സമുദ്രത്തിലെ ധനത്താൽ നിറയ്ക്കും. ഓ റബന, ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമ്യം പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടോ. ഇങ്ങനെ ഉണർവ് നടക്കും കേട്ടോ, ഇങ്ങനെ ഉണർവ് നടക്കും. വിശ്വസിക്കാൻ സഭകളുടെ മൊത്തം സ്റ്റൈല് മാറും, സഭകളുടെ മൊത്തം അവസ്ഥ മാറും. കൊട്ടാരത്തിൽ നിന്ന് പൈസ വരുമെന്ന്, കൊട്ടാരങ്ങൾ കർത്താവിന് വേണ്ടി തുറക്കുന്നു, സമുദ്രത്തിലെ ധനം വരുമെന്ന്. ഇവിടുത്തെ IT നമ്മുടെ യൗവനക്കാരൊക്കെ പഠിച്ച് അവരുടെ ജീവിതം മൊത്തം ഇവിടുത്തെ IT വേണ്ടിയും, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ നേഴ്സുമാർ എനിക്കറിയാം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തെ ഒരു ഭാവി സെക്യൂറാക്കാൻ. ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് വഹിക്കുന്ന ഉണർവിനകത്ത് നിങ്ങളുടെ മുഴുവൻ ലൈഫും സെക്യൂറായി മാറാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബങ്ങളുടെ ഭാവി സെക്യൂറായി മാറാൻ പോകുന്നു. ഞാൻ ഉറപ്പോടെ പറയാം, തൃശ്ശൂരിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഉണർവയച്ചാൽ എന്റെ മക്കൾ തൃശ്ശൂർ വേണം. ഷബൽക്ക, ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ലതസൃഷ്ടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണർവിന്റെ കാറ്റയക്കുന്നു, ജോസക്ക് മടങ്ങി വരുന്നു. ഞാൻ 10 സ്തോത്രം ഒരുമിച്ച് പറഞ്ഞു. എന്റെ ആഗ്രഹം, പരിശുദ്ധാത്മാവ് ഉണർവയക്കുമ്പോൾ നമ്മുടെ യൗവനക്കാർ മുഴുവൻ അവന്റെ മുമ്പിൽ നിൽക്കണം. പരിശുദ്ധാത്മാവിനെ മൊത്തം ദൈവാത്മാവിനാൽ നടത്തണം. അങ്ങനെയൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോട് നിൽക്കുന്നവരായി മാറേണ്ടവന് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 1 മിനിറ്റ്, എനിക്ക് മുമ്പോട്ട് പോകാൻ തോന്നുന്നില്ല. 1 മിനിറ്റ് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഉണർവിനകത്ത് ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ശാപരാധിനാഥന അന്തൽ കിടക്കുന്ന ഭാവിക്ക് വേണ്ടി അലയുന്നവരല്ല, ആയിരങ്ങൾക്ക് ഭാവി കൊടുക്കുന്നവരായി സഭ മാറാൻ പോകുന്നു. ശാതരാധന ആ ഭാവിക്ക് വേണ്ടിയോ ജോലിക്ക് വേണ്ടി അലയുന്നവരായിട്ടല്ല, ദൈവസഭ ഏറ്റവും അധികം പ്രൊവിഷൻ തുറക്കുന്ന സ്ഥലമായി മാറാൻ പോകുന്നു. ഷാബൽ കടകമന. ഇവിടുത്തെ ഒരു കമ്പനിക്ക് കൊടുക്കാൻ കഴിയാത്ത ഓഫറുകൾ സഭ റബൽ കടകമന തുറക്കാൻ പോകുന്നു. സഭ തുറക്കാൻ പോകുന്നു. ഇത്ര ശക്തമാണ് കിങ്ഡം ഓഫ് ഗോഡ്. ഷാദനാദിനാഥന കിങ്ഡം ഓഫ് ദൈവരാജ്യത്തിന് വേണ്ടി
കുടുംബത്തിന് വേണ്ടി ശബൽ കടകമന അങ്ങനെ പറഞ്ഞു പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിച്ചോ കേട്ടോ. അങ്ങനെ പറഞ്ഞു പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിച്ചോ. ഞാനും എന്റെ കുടുംബവും ദൈവരാജ്യത്തിനകത്ത് ശക്തിയോടെ പ്രയോജനപ്പെടും. ശബൽ കടകമന ഇത് ഒരു രാജ്യത്തല്ല കേട്ടോ, സകല രാജ്യങ്ങളിലും ദൈവാലയത്തിന്റെ ടൂൾ തുറക്കും. ശാബര അന്തൽ കടകമന വൈദ പ്രൗഷമന കടകമനം അതങ്ങ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. അതങ്ങ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇതിന്റെ റിലം തുറക്കും. ഷാബൽ കടകഥന അന്തൽ കടകഥന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. എനിക്ക് ഇവിടേക്ക് എത്താൻ വേണ്ടി ഞാൻ ഓടി വന്നത്, പക്ഷേ ഇടയിൽ ഇങ്ങനെ സ്റ്റക്കായി പോവുക. പറയാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ ദൈവാത്മാവ് ഉണർവിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ സ്ട്രക്ചറിൽ എൻ്റെ അകത്ത് വന്ന കാര്യം, എൻ്റെ അകത്ത് ഞാൻ ചിന്തിച്ച കാര്യങ്ങളല്ല. ഇനി നിങ്ങൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് നിങ്ങൾ 13-ാം ഒരൊറ്റ വാക്യം കാരണം ഞാൻ അവസാനിപ്പിക്കാം. 47-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്ന് 13-ാം വാക്യം 12-ാം വാക്യമൊക്കെ പറയണം, പക്ഷെ അവിടെ നിൽക്കട്ടെ, നമുക്ക് 12-ാം വാക്യം നാളെ പറയാം. 13-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്ന് 13-ാം വാക്യം 47-13 ഒന്ന് വായിച്ചു അത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ദേശത്തെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗിക്കേണ്ടെന്ന അതിർവിവരം യോസഫിന് 2 പങ്കരിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകാമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കണം. ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി വരും. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കണം, അല്ലെങ്കിൽ നമുക്ക് നാളെ ഇതിന്റെ ബാക്കി പറയാം. ഇവർ കിടക്കുന്ന എവിടെയാണെന്നറിയോ? എഗസ്കേൽ ഇരിക്കുന്ന എവിടെയാണെന്നറിയോ? എഗസ്കേൽ ഇരിക്കുന്ന കേബാർ നദികളുടെ തീരത്ത് അടിമത്തത്തിലിരിക്കുക. സകലതും നഷ്ടപ്പെട്ടു. ആലയം പൊളിക്കാൻ പോവുക. സകലതും നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുക. ആലയത്തിൽ നിന്ന് മഹത്വം ചോർന്നു പോയി. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന എഗസ്കേൽ അവിടെ ഇരുന്ന് ദൈവാത്മാവോട് പറയുകയാണ്, മോനെ, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത പാപനിമിത്തം ഞാൻ 70 വർഷത്തെ പ്രവാസം അനുഭവിച്ചാലും ഞാൻ നിങ്ങൾക്ക് ദേശം മടക്കിത്തരും, അവകാശം മടക്കിത്തരും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ വാക്യം ഒന്ന് 13-ാം വാക്യം എന്താ? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വായിച്ചോളെ, നിങ്ങൾ ദേശത്തെ ഓടല്ലേ നിങ്ങൾ ദേശത്തെ, കണ്ടോ, ഏത് ദേശത്തെ? നല്ല ദേശത്തെ, ഒന്നിനും കുറവില്ലാത്ത ദേശത്തെ, ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ നിങ്ങൾ അവകാശമായിട്ട് അനുഭവിക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അടിമത്തം നിങ്ങളുടെ തലയിൽ കയറരുത്. പ്രാർത്ഥിക്കുന്നുണ്ടോ? മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിന്റെ മുറിയിൽ മഹത്വം തുറക്കും. ഇന്നലെ നമ്മൾ അത് പറഞ്ഞ നിർത്തിയത്. നിന്റെ മുറിയിൽ മഹത്വം പട്ടാളമായിട്ട് നിന്റെ മുറിക്കകത്തിറങ്ങും. തീമതിലായിട്ട് നിന്റെ മുറിക്കകത്തിറങ്ങും. ഇറങ്ങിയാൽ അവകാശങ്ങൾ മുഴുവൻ തിരിച്ചു വരും. ദേശത്തെ ദൈവം ആ അവകാശം തുറക്കാൻ തുടങ്ങിയാൽ ഒന്നിനും കുറവുണ്ടാകില്ല. ഇന്നലെ ഇല്ലാത്തവർക്ക് ഇത് മനസ്സിലാകില്ല. ഇന്നലെ ഇല്ലാത്തവർക്ക് മനസ്സിലാകില്ല. ഒന്നിനും കുറവില്ലാത്ത ദേശം, സമൃദ്ധിയായ ദേശം, സംതൃപ്തി നൽകുന്ന ദേശം, ലൈഫ് ബ്ലെസ്സഡ് ആയി മാറും. ഒന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ലാത്ത സംതൃപ്തിയുള്ള ഒരു തലം നിങ്ങളുടെ കുടുംബത്തിന് മേൽ വെളിപ്പെടാൻ തുടങ്ങും. കർത്താവേ, എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുടുംബം എത്തും. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാമോ? എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം വേണ്ടുന്നത് മുഴുവൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഷാബൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ പറയുന്തോറും ബ്ലെസ്സിങ് തുറന്നു വരും കേട്ടോ. അത് പറഞ്ഞ് നമ്മൾ തുറക്കുക. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടത് മുഴുവനുണ്ട്. പൗലോസ് അങ്ങനെ പറഞ്ഞത്, ഞാൻ തൃപ്തനായിരിക്കുന്നു, എനിക്ക് വേണ്ടുന്നതൊക്കെയുണ്ട്. ഇനി വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കേട്ടോ. യഹോവയായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു ചെയ്തു, നിങ്ങൾ ദേശത്തെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും അവകാശമായി വിഭജിക്കും. കണ്ടോ, ദേശം നമ്മുടെ അവകാശമാണ്. നല്ല ദേശം, ആരോഗ്യം നമ്മുടെ അവകാശമാണ്, അനുഗ്രഹം നമ്മുടെ അവകാശമാണ്, ജീവൻ നമ്മുടെ അവകാശമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സൗഖ്യം നമ്മുടെ അവകാശമാണ്, അടകതനകതന പുത്രത്വം നമ്മുടെ അവകാശമാണ്, കിങ്ഷിപ്പ് നമ്മുടെ അവകാശമാണ്, നീതി നമ്മുടെ അവകാശമാണ്, റബൽ കടകതന ഭരണം നമ്മുടെ അവകാശമാണ്, കിങ്ഡം നമ്മുടെ അവകാശമാണ്, അംബാസിഡർ
നമ്മുടെ അവകാശമാണ്. ദൈവം തുറക്കും അവകാശം. ഇന്ന് നീ ഇരിക്കുന്ന അടിമത്തം നോക്കണ്ട, ദൈവം അവകാശം തുറക്കും. അത് അങ്ങനെ തന്നെ പറ. എന്റെ കുടുംബത്തിനകത്ത് ഭാര്യ എങ്ങനെ, ഭർത്താവ് എങ്ങനെ, മക്കൾ എങ്ങനെ, ദാരിദ്ര്യമാണ്, ഒന്നും നോക്കരുത്. ശബൽക്കട ഞാൻ പറഞ്ഞില്ല, 10 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാതെ 1 കിലോ അരി മേടിക്കാൻ പറ്റാതെ ഞാൻ നെല്ലിക്കുന്ന് കൂടെ മറന്ന ദിവസമുണ്ട് കേട്ടോ. നെല്ലിക്കുന്ന് അന്ന് ഞാൻ 1% പോലും വിഷമമില്ലാതെ കർത്താവിന്റെ വേല വിശ്വസ്തയോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? 10 രൂപ ഇല്ലാത്തപ്പോഴും വിശ്വസ്തനാ നിൽക്കുക. ഇന്ന് നിന്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതല്ല വിഷയം, നിന്റെ കൂടെ ആരുണ്ടെന്നുള്ളതാണ് വിഷയം. ഹ്രോബാൽക്കടകവന എന്തുണ്ടെന്നുള്ളതല്ല വിഷയം, ആരുണ്ടെന്നുള്ളതാണ് വിഷയം. ദൈവം തുറക്കും. സമൃദ്ധിയോടെ ദൈവം തുറക്കും, അവകാശം തുറക്കും. എനിക്ക് അവിടെ നിന്ന് ഒരു പദം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവകാശം നമുക്ക് നാളെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒന്നും കൂടെ തുറക്കും കേട്ടോ. ഈ അവകാശം അങ്ങനെ തുറക്കും. ഞാൻ പുതിയ നിയമത്തിന് അവകാശം കൂടെ ചേർത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാം നാളെ നമുക്ക്. ഇന്ന് നിങ്ങൾ പിന്നെ 13 വാക്യം ഒന്നുകൂടെ വായിച്ച്, ദേശത്തെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും അവകാശമായി വിഭജിക്കും. 13 വാക്യം ഒന്നുകൂടെ വായിച്ച മോളെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ദേശത്തെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗം. ഇവിടെ നിങ്ങൾ കേട്ടോ, നിങ്ങൾ മടങ്ങി വരുമ്പം സകല ഗോത്രങ്ങൾക്കും ദൈവം അവകാശം കൊടുക്കും. ഇസ്രായേലിന് യോസഫിന് ഇരട്ടി പങ്കുണ്ട്. ഇനി അടുത്തൊരു വാക്കൂടെ പറഞ്ഞു ഞാൻ നിർത്തുന്നു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. 14 വാക്യം വായിച്ചേ. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. ഈ കൈ ഉയർത്തി സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉടമ്പടിയാണ് കേട്ടോ. പുതിയ പറഞ്ഞു പുരുഷന്മാർ സ്വർഗത്തിലേക്ക് കരമുയർത്തി, ദൈവത്തിൽ കരമുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് ഉടമ്പടിയാണ്. ഉടമ്പടിയുടെ അടയാളമാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. വെറുതെ കൈ ആയാസത്തിന് വേണ്ടി പൊക്കുന്നതല്ല. വായിച്ചോ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, കേൾക്ക്, എല്ലാവർക്കും. വായിച്ചോ, അടുത്ത വാക്ക് വായിച്ചോ മോളെ. ഭേദം കൂടാതെ എങ്ങനെ നിങ്ങൾ എല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കും. ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി വരും. ഓ ഷാകലക്കടകഥന. ഒറ്റ വ്യക്തിക്ക് കുറയൂല്ല കൂടുമില്ലെന്ന്. ഒറ്റ വ്യക്തിക്ക് ഭേദം കൂടാതെ കൃത്യമായി കർത്താവ് വിഭജിക്കും. ഒരാൾക്കും കർത്താവ് കുറയ്ക്കുകയില്ല. പാസ്റ്റർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പാസ്റ്റർക്ക് ചില കൂടുതൽ, കേൾക്കുന്നവർക്ക് ചില കുറച്ച്. ഇല്ലെന്ന് നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ഇത് പഠിക്കുന്നു. പഠിക്കാത്ത ആളുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട്. ഇതൊന്നും താല്പര്യമില്ലാത്തവരുണ്ട്. പക്ഷെ ദൈവാത്മാവിന് മടങ്ങി വരവ് തരുമ്പോൾ എല്ലാവർക്കും കർത്താവ് ഒരുപോലെ വിഭജിക്കും. നിങ്ങൾ അതിന് ആമേൻ പറയുമെന്ന് എനിക്കറിയില്ല. അതൊന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊന്ന് പറഞ്ഞ് ദൈവം എല്ലാ കുശുമ്പുണ്ടാകരുത് ഇവിടെ കേട്ടോ. ഞാൻ 29 വർഷമായി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ഈ വർഷം വന്നവരുണ്ടായിരിക്കാം, ഈ വർഷം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കാം. എനിക്ക് സന്തോഷം. കർത്താവ് ഉണർവുണ്ടാകുമ്പോൾ എല്ലാവരുടെ മേലും വരങ്ങൾ ഒരുപോലെ തുറക്കണം. എല്ലാവരുടെ മേലും കർത്താവ് കൃപകൾ ഒരുപോലെ തുറക്കണം. എല്ലാവരുടെ മേലും കർത്താവ് ശുശ്രൂഷ ഒരുപോലെ തുറക്കണം. എല്ലാ സഭകളും വളരണം, തുറക്കും. നിങ്ങളുടെ മേൽ അങ്ങനെ തുറന്നു വരും. ദൈവാത്മാവാണ് വിഭജിക്കുന്നതെങ്കിൽ, ദൈവാത്മാവാണ് തുറക്കുന്നതെങ്കിൽ എല്ലാവരുടെ മേലും ഒരുപോലെ വെളിപ്പെട്ടു വരും. അങ്ങനെ ഒന്ന് വിശ്വസിച്ച് നോക്കിയേ. എല്ലാവർക്കും അത് തന്നെ ഈക്വൽ വിത്ത് വൺ അതർ. എല്ലാവർക്കും കർത്താവ് ഒരുപോലെ വിഭജിച്ചു കൊടുക്കുക. അപ്പൊ അവിടെ കുശുമ്പ് വരികയല്ല കേട്ടോ. അവിടെ അസൂയക്ക് സ്ഥാനമില്ല. ഞാനല്ലേ ആദ്യം വന്നത്, ഞാനല്ലേ ആദ്യം പഠിപ്പിച്ചത്, ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്, എനിക്ക് ചില കൂടുതൽ വേണം. എന്നോ കർത്താവ് വിഭജിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വിഭജിക്കും. അതിനൊന്ന് ആമേൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കർത്താവ് എല്ലാവർക്കും ഒരുപോലെ വിഭജിക്കും. എന്തോ ആ പദം എന്നോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ വിഭജിക്കും. എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്റെ കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിക്കുമോ, എന്നെ കർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്നു, ഞാൻ കഠിനമായ പാപം ചെയ്തതുകൊണ്ട് കർത്താവിന് എന്നെ ഇഷ്ടമല്ല പാസ്റ്റർ. അല്ല കേട്ടോ സഹോദരി, അല്ല സഹോദര. പരിശുദ്ധാത്മാവിന് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. അതൊന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ അവകാശങ്ങൾ എല്ലാവരും ഒരുപോലെ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാവരുടെ മേലും ഒരുപോലെ വെളിപ്പെട്ടു വരും. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ അവർ സ്വീകരിച്ചു. ആത്മാവിൽ അതരങ്ങൾ മുഴുവൻ തുറന്ന് സ്ഫുടമായിട്ട് അന്യഭാഷ പ്രാർത്ഥിച്ചു. ഇപ്പോൾ മഹത്വം നിങ്ങളുടെ മേൽ തുറന്നു വരും. സാന്നിധ്യം നിങ്ങളുടെ മേൽ തുറന്നു വരും. ജീവൻ നിങ്ങളുടെ മേൽ തുറന്നു വരും. ആരോഗ്യം നിങ്ങളുടെ മേൽ തുറന്നു വരും. സഞ്ചിപ്പ് നിങ്ങളുടെ മേൽ ഓപ്പണായി വരും. ഷാബൽ ഘടകമന നിങ്ങളുടെ കരിയർ ദൈവാത്മാവ് തുറക്കും. ഓ റബാ ഹത്തരാദിനാദന അദൽചനാദിനാദന പ്രൗഷമന ഘടകന വേദ പ്രൗഷമന ഘടകന. നിങ്ങളുടെ കരിയർ മാറും കേട്ടോ. നിങ്ങളുടെ കരിയർ മാറും. നിങ്ങൾ ഭയങ്കര ജ്ഞാനമുള്ളവനായി മാറും. നിങ്ങൾ ഉഗാണ്ടയിലൊന്നും പോകണ്ടെന്ന്, നിങ്ങൾ
നിങ്ങൾ ഒരു രാജ്യത്ത് പോകാതെ ഷാബൽ കടകാന ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ദൈവം നിങ്ങളെ കൊണ്ട് വലിയ പ്രൊജക്ടുകൾ തുടങ്ങിപ്പിക്കും. ഓ ഷാബൽ കടകഥന, റബന്തൽ കടകഥന, വൈഡ പ്രൗഢമന കടകഥന, ഷംബൽ കടകമന, ഭയങ്കര പ്രൊജക്ടുകൾ ദൈവാത്മാവ് നമ്മുടെ തലമുറകളുടെ മേൽ കൈമാറാൻ പോകുന്നു. നമ്മുടെ തലമുറകളുടെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവാത്മാവ് വലിയ പ്രൊജക്ടുകൾ കൈമാറാൻ പോകുന്നു. ഭയങ്കര വിഷ്ടമുള്ളവരായി അവർ മാറാൻ പോകുന്നു. എല്ലാ ഗോത്രങ്ങൾക്കും തുല്യമായ അവകാശം, എല്ലാ മക്കൾക്കും തുല്യമായ അവകാശം, എല്ലാ മക്കൾക്കും തുല്യമായ കഴിവുകൾ ദൈവാത്മാവ് തുറക്കാൻ പോകുന്നു. ഷാബൽ കടകഥന, അന്തൽ കടകഥന, വൈശ പ്രൗഢമന കടകഥന, വൈശ പ്രൗഢമന കടകഥനം. ദൈവജ്ഞാനവും വെളിപ്പാടും കർത്താവ് തുറക്കട്ടെ. എല്ലാ കണ്ണും തുറക്കട്ടെ. അവകാശങ്ങൾ എന്റെ മേൽ വെളിപ്പെടുമെന്ന് കാണാൻ എല്ലാ കണ്ണും തുറക്കട്ടെ. അവകാശങ്ങൾ വെളിപ്പെടുമെന്നുള്ള വെളിപ്പാട് വന്നാൽ പിന്നെ അവൻ കരയില്ല. അവകാശങ്ങൾ വെളിപ്പെടുമെന്നുള്ള വെളിപ്പാട് വന്നാൽ പിന്നെ അവൻ കരയില്ല. സമയം ഓടിപ്പോകുന്നു. ഞാനിവിടെ നിർത്തട്ടെ. എന്താ യെഹെസ്കേലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? എന്ത് ആരും പറയാത്ത നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അസ്ഥി മൊത്തം ജീവിക്കും, ഒരു സൈന്യമായി മാറും, ശവക്കുഴി തോണ്ടി പുറത്തു വരും. അവൻ പറയും ആരും കാണാത്ത ഞാൻ കണ്ടു. ആരും കാണാത്തവൻ എൻ്റെ അടുക്ക വന്നു. അതാ കാര്യം. ഞാൻ ഈ കേബാർ നദികളുടെ തീരത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ആരും കാണാത്തവൻ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ മുറിക്കകത്തു. അതുകൊണ്ടാണ് ആരും പറയാത്ത ഞാൻ പറയുന്നേ. ഞാനിത് ഉണ്ടാക്കി പറയുന്നതല്ല. യെഹെസ്കേൽ പറയും ഞാനിത് ഉണ്ടാക്കി. എൻ്റെ അടുക്കൽ ഒരുവൻ വന്നു, അവൻ എൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു, അവൻ എൻ്റെ തലമുടി കുത്തെ പിടിച്ചു, അവൻ എന്നെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി, അവൻ എന്നെ ദിവ്യ ദർശനങ്ങൾ കാണിച്ചു. ഞാൻ ഈ പറയുന്നതൊന്നും എൻ്റേതല്ല, ഞാൻ ഈ പറയുന്നതെല്ലാം അവൻ്റേതാണ്. അവൻ പറയുന്നു ഇന്ന് രാവിലെ അവൻ ഒരു റെസ്റ്റോറേഷൻ നൽകുമ്പോൾ എല്ലാ കുടുംബങ്ങളുടെ മേലെ അത് വെളിപ്പെട്ടു വരും. അങ്ങനെ ദൈവം ഡിവൈൻ ബ്ലെസ്സിങ് തുറക്കും കേട്ടോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇനി പരാതികൾ പറയരുത്. കഴിഞ്ഞ ദിവസം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ചർച്ച നടന്നൊരു വിഷയമാണ്. നമ്മുടെ മുഖ്യമന്ത്രി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന്. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയത് ഭയങ്കര പ്രശ്നമുണ്ട്. എന്ത് ടേക്ക് മീ എ കോഫിയോ അങ്ങനെ എന്തൊരു ഒരു 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 ക്യാപ്ഷൻ വെച്ചുകൊണ്ട് ഒരു കട ഉദ്ഘാടനത്തിന് വേണ്ടി പോയി നമ്മുടെ മുഖ്യമന്ത്രി. ഭയങ്കര വിമർശനം ഉണ്ടാക്കി. ഇവിടെ മഴവെള്ള സമയത്ത് ആർക്കെങ്കിലും അതിൻ്റെ ആ പ്രഖ്യാപനം അവരെ ക്യാപ്ഷൻ അറിയാമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ കൃത്യമായിരിക്കും. അത് ടേക്ക് മീ എ കോഫിയോ എന്തായിരുന്നു സംഭവത്തിൻ്റെ പേര്. അപ്പം മുഖ്യമന്ത്രി അവന് മറുപടി പറഞ്ഞു. നമ്മുടെ കേരളത്തിലുള്ള 4 പിള്ളേർ, എത്ര പിള്ളേരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അവർ ഒരു സ്ഥാപനം തുടങ്ങിയേക്കുന്നു. അതിൻ്റെ ആസ്തി എത്രയാണെന്നറിയാമോ? 400 കോടി രൂപയുടെ ബിസിനസ്. നമ്മൾ ആൾക്കാർ ചായക്കട പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുത്തെ താങ്ക് യു രഞ്ജിത്ത്, ബൈ മീ എ കോഫി 4 പിള്ളേര് തുടങ്ങിയൊരു സ്ഥാപനമാണ്, ഒരു ഓൺലൈൻ സ്ഥാപനമാണത്. 400 കോടി രൂപയുടെ ആസ്തിയാന്നതിന്. ഹലോ, 4 പിള്ളേർ. മോനെ എത്ര മക്കളാണ് അത് തുടങ്ങിയേക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ 4 മക്കൾ അത് തുടങ്ങിയപ്പോൾ ഇത്ര വലിയൊരു ബിസിനസ് കേരളത്തിലകത്ത് കോഴിക്കോടാന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ 4 നമ്മുടെ ഭാഷ പറഞ്ഞ ലോകപരമായ മക്കൾ അല്ലേ, നമ്മുടെ ഭാഷ എങ്ങനെ പറയാം, അവരുടെ അകത്ത് ഇങ്ങനൊരു പ്രൊജക്റ്റ് തുറന്നു കൊടുത്തെങ്കിൽ ദൈവാത്മാവ് നിങ്ങളുടെ തലമുറകളുടെ മേൽ പ്രൊജക്റ്റ് തുറക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ കോടിക്കണക്കിനൊന്നും പോകണ്ട. കോടിക്കണക്കിന് പോകണം കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ പോകണ്ടെന്ന്. കർത്താവ് കൃപ. എന്താ കോടിക്കണക്കിന് പോയ വല്ല പ്രശ്നമുണ്ടോ? ദൈവം തുറക്കുന്നത്. ദൈവം നമുക്ക് അവകാശങ്ങൾ വിഭജിക്കും. അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഈ ദൈവം തുറക്കുന്നവന് നിങ്ങൾ പരിധി വെക്കരുത്. എന്തോ ഞാനിന്ന് ഡിവൈൻ ബ്ലെസ്സിങ്സിലേക്ക് പോയി. ഇന്നലെ ഞാൻ ഹീലിംഗിലേക്കാണ് പോയത്. അതിൻ്റെ ബാക്കി പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ അവകാശ ദൈവം തുറക്കും. ഡിവൈൻ ബ്ലെസ്സിങ്സിൻ്റെ അവകാശങ്ങൾ ദൈവം തുറക്കും. ഇങ്ങനെ ലോകപരമായിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ മേഖല തുറന്നു വന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പോടെ പറയുന്നു, നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവാത്മ മടങ്ങി വരുന്ന സമയത്ത്, മടക്കത്തിൻ്റെ സമയത്ത് ദൈവം അങ്ങനെ റെസ്റ്റോറേഷൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ ബ്ലസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലസ് ചെയ്യാൻ പറ്റും. ഒന്ന് ചാറ്റ് ചെയ്ത് നിങ്ങൾ ആ ചാറ്റിനകത്ത് നിങ്ങളൊരു വാക്കൊന്ന് ബ്ലസ് ചെയ്തതിനകത്ത് എല്ലാവരും ഒന്ന് ബ്ലസ് ചെയ്ത്, നിങ്ങളുടെ അകത്ത് ദൈവാത്മ തുറക്കുന്നത് ഒന്ന് ബ്ലസ് ചെയ്ത്, ദൈവം പ്രൊവിഷനുകൾ തുറക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചർച്ചിലെ തലമുറകളുടെ മേൽ മുഴുവൻ എന്ത് ലോകക്കാർക്ക് മാത്രമുള്ളതാണ് ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ? എന്ത് ലോകക്കാർക്ക് മാത്രമുള്ളതാണ് ഇങ്ങനത്തെ ബിസിനസ്സുകളെല്ലാം? നമ്മുടെ തലമുറകളുടെ മേലെ അത് വന്നാൽ ശരിയാവില്ലേ? റാസൽ കടകതിന നമ്മുടെ തലമുറകൾ ദൈവാത്മാ ബുദ്ധി കൊടുത്താൽ മതി, അത് ശരിയാകില്ല. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? റാമൽ കടക അവർ പഠിച്ചുണ്ടാക്കി നമ്മുടെ തലമുറകളുടെ മേൽ ദൈവാത്മ ബെസലേലിന്റെ മേൽ ദൈവാത്മാ ദിവ്യജ്ഞാനം കൊടുത്ത
ദിവ്യജ്ഞാനം കൊടുത്ത് അവന്റെ തലമുറയെ കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചു കേട്ടോ. ഇനി തലമുറയ്ക്ക് മാത്രമല്ല, എന്താ നിങ്ങൾക്കും കിട്ടിയാൽ പറ്റുകയില്ലേ? നിങ്ങൾക്ക് വയസ്സുമായിട്ടില്ല, 90 വയസ്സാകുന്നവരെ നമ്മുടെ ചർച്ചിനകത്തുള്ളവർ മുഴുവൻ യൗവനക്കാരാണ്. വയസ്സ് 90 കഴിയുമ്പോഴാണ് വൃദ്ധന്മാരാകുന്നത്. 120 വയസ്സ് വരെയാണ് ദൈവം വെച്ച ആയുസ്. അങ്ങനത്തെ ബ്ലെസ്സിങ്ങും ഡിവൈൻ പ്രോസ്പിരിറ്റി തുറക്കും. ഇന്ന് രാവിലെ നമ്മൾ അങ്ങനെ പ്രോസ്പിരിറ്റി തന്നെ പറയുകയാണ്. ദൈവം നല്ലൊരു ദേശം തുറക്കും, ഒന്നിനും കുറവില്ലാത്ത ദേശം തുറക്കും. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ലിനി സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ് ഇന്ന് കേട്ടോ. ഇന്നലെ വൈഫ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതറിയുന്നത്. എനിക്ക് ആരും ബർത്ത്ഡേ പെട്ടെന്ന് ഓർമ്മ നിൽക്കുകയില്ല. ആരെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ലിനി സിസ്റ്റർ മുഖാന്തരമാണ് നമ്മളിങ്ങനെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇങ്ങനെ നമ്മുടെ ബൈബിൾ കോളേജായിട്ട് ആരംഭിച്ചത്. കർത്താവദാസിയുടെ മേൽ സംഭവിച്ച എൻകൗണ്ടറുകളൊക്കെ അതിനൊരു നമുക്ക് കൃപയായി മാറി. തുടക്കം ദൈവം അവിടെ നിന്ന്. ഞാനൊരു കാര്യമുണ്ട്, എന്ത് കാര്യത്തിനും ഏതൊരു വ്യക്തിയും ശുശ്രൂഷയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നമ്മൾ വെറുതെ 10 പേരുമായിട്ട് ഇവിടെ നിൽക്കുന്നൊരു സമയത്ത് സിസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നമുക്കിത് പ്രാർത്ഥിക്കണം. ദൈവാത്മാ സിസ്റ്ററിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അന്ന് രാത്രി തനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഈ ഓൺലൈൻ വർക്കുകൾ ആരംഭിക്കുന്നത്, ഓൺലൈൻ ബൈബിൾ കോളേജ് ആരംഭിക്കുന്നത്. കർത്താവിൻ്റെ ദാസി കർത്താവ് ഒരു വർഷം കൊണ്ട് നൽകി. ഞങ്ങൾ ഷാലോം ഫാമിലി സിസ്റ്ററെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലൈഫ് അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ എല്ലാ കുടുംബത്തിനുമേൽ വെളിപ്പെടട്ടെ, സിസ്റ്റർമേലും അത് വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാനിന്ന് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നാളെ നിങ്ങളാരും പറയുന്നത് പാസ്റ്റർക്ക് ചിലർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് നിങ്ങൾ തലേ ദിവസം എന്നെ ഓർപ്പിച്ചാൽ ഞാനത് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ഓർപ്പിക്കണമെന്ന് കൂടെ ഓർപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എൻ്റെ വിഷയം ഇപ്പോൾ അതാണ്. എല്ലാ കുടുംബങ്ങളുടെ മേലും ഒരുപോലെ ബ്ലെസ്സിങ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപോലെ ബ്ലെസ്സിങ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ മേലെ എല്ലാവരും മേലെ അധികാരമുണ്ട്. ദൈവം അവകാശങ്ങൾ മടക്കി വരുത്താൻ തുടങ്ങുമ്പോൾ, നദി ഒഴുകാൻ തുടങ്ങിയാൽ എല്ലാവരും മേലെ ഒരുപോലെ അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് സാവകാശം നൽകി. 5 വർഷം മുമ്പ് ഞങ്ങൾ ആരംഭിച്ച മിനിസ്ട്രിയിൽ കർത്താവ് ഞങ്ങളെ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ആഴത്തിൽ പഠിപ്പിച്ച് ഞങ്ങളെ ആത്മാവിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. ഇന്ന് രാവിലെ കർത്താവ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഞങ്ങളോട് കർത്താവ് ഇടപെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനപ്രകാരം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും കർത്താവെ മടക്കി വരുത്തുന്നവരെ മേൽ തുറക്കുന്ന അവകാശങ്ങൾ ഒന്നുപോലും കുറയാതെ എല്ലാവരുടെ മേലും തുറക്കാൻ ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത ബ്ലെസ്സിങ്ങിന്റെ ഡോർ തുറന്നു വരട്ടെ കർത്താവെ. ഞാൻ അവനായിട്ട് വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. ആ അനുഗ്രഹം അനുഭവിക്കാൻ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ നടക്കട്ടെ കർത്താവെ. കർത്താവ് മുഴുവൻ ചെയ്വനായ സ്തോത്രം. കൃപ കൊണ്ട് ഞങ്ങൾ അലങ്കരിച്ചവനായ സ്തോത്രം. ലിനി സിസ്റ്റർ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥനകരവനായ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ 2ാം വരവരിയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഷലോം.